ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മുടി നരയ്ക്കാനായിട്ടൊരു പ്രായപരിധിയില്ല അല്ലേ? ചെറിയ കുട്ടികൾക്ക് പോലും അകാല നര വരുന്നൊരു കാലമാണിത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ തൊടിയിലുള്ള കുറച്ച് മുരിങ്ങയില വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കും ഒപ്പം തന്നെ ഒരു ഡൈയും തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഡൈ നമ്മൾ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ഡൈയും ഒപ്പം തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡൈയും കൂടെ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് ഒരു ഹെയർ പാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് ചെറുപ്പം മുതൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ല ഉള്ളോടുകൂടി അകാല നര ഒഴിവാക്കി നല്ല കറുത്ത മുടികൾ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നല്ല ഒരു കൈപ്പിടി അളവിന് മുരിങ്ങയില നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര് കൂടെ ചേർത്ത് വെള്ളം ഒട്ടും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ മുടിയിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ മുടി പെട്ടെന്ന് വളർന്നു കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ നരയൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിൽ ഈ ഒരു പാക്ക് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണെന്ന് വെച്ചാൽ അത് മുടിയിലൊന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മുടിയിൽ എണ്ണ തേച്ചതിന് ശേഷം വേണം ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ഹെയർ ഡൈ ആണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് രീതിയിലാണ് നമ്മളിന്ന് ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുന്നത്. ഒന്ന്, നമുക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകണം, ഹെയർ ഡൈ ഒക്കെ സെറ്റ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യാനൊന്നും സമയമില്ല, ഇൻസ്റ്റൻ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആദ്യം തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ മുടിയിൽ ആ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം വരെ അതിൻ്റെ ആ ഒരു കളറ് മാറുകയില്ല. അങ്ങനെ ഒരു ഹെയർ ഡൈയും കൂടെ ഈ ഒരു മുരിങ്ങയില വെച്ച് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈയിലേക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങയില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറുവേപ്പിൻ്റെ ഇലയാണ്. അതും നല്ലൊരു കൈപ്പിടി അളവിന് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പ്രാണികളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, കാരണം നമ്മളിത് നല്ല രീതിയിൽ വറുത്തെടുക്കാനുള്ളതാണ്. നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന ഹെയർ ഡൈയുടെ പൗഡർ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഇനി നല്ല അടികട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ നല്ലതുപോലെ ചൂടായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സമയത്ത് ചെറുതായിട്ട് ഇതൊന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ആ നേരത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം നനവൊന്നുമില്ലാതെ വെച്ചിരിക്കുന്ന ഇലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ 2 ഇലകളും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ വറുത്ത് ഈ ഇലയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി കറുത്ത കളറിലേക്ക് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. എന്നാൽ അത് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മുരിങ്ങയിലയും കറുവേപ്പിൻ്റെ ഇലയൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ല കറുത്ത് കിട്ടുന്നതിനും എത്രത്തോളം സഹായിക്കുമെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഈവനായിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് കറുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരുവം അറിയാനായിട്ട് ഇതുപോലെ കുറച്ച് കയ്യിലെടുത്ത് ഒന്ന് പൊടിച്ച് നോക്കുമ്പം നല്ല പോലെ പൊടിഞ്ഞ് കിട്ടണം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം വെള്ളം നനവില്ലാത്ത മിക്സിയിൽ വേണം കേട്ടോ ഇട്ട് പൊടിച്ചെടുക്കാനായിട്ട്. തണുത്തതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് പൊടിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ കയ്യിൽ ആ ഒരു കറുപ്പ് കളറ്. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റാണ് നമ്മുടെ ഹെയർ ഡൈ എന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി വെള്ളം നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. തരികളൊന്നുമില്ലാതെ നല്ല പൗഡറായിട്ട് വേണം കേട്ടോ നമുക്ക് ആ ഒരു പൊടി കിട്ടാനായിട്ട്. ഈ ഒരു പൗഡർ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ 2 ടൈപ്പുള്ള ഹെയർ ഡൈയും തയ്യാറാക്കാനായിട്ട് പോകുന്നത്. സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന ബോട്ടിലും വെള്ളത്തിൻ്റെ നനവുണ്ടാകാൻ പാടില്ല. മാത്രമല്ല ഗ്ലാസിൻ്റെത് ഇതുപോലെയുള്ള ജാറുകളിലാണ് കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഇതുപോലെ നമ്മൾ പൊടിയായിട്ട് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്നെടുത്ത് ഡൈ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുറത്തൊക്കെ പോകണം, നല്ല ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഹെയർ ഡൈ ഒക്കെ സെറ്റ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് 1 മണിക്കൂറൊക്കെ ഇരിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വൈറ്റമിൻ ഇയുടെ ഓയിലോ അതും അല്ലെങ്കിൽ ഗ്ലിസറിനോ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നരയുള്ള മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.
ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയിലാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം ഞാൻ മുടിയിൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. ദേ ഈ ഒരു രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നരയുള്ള മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ നമുക്ക് കോംബ് ചെയ്ത് മുടി കെട്ടിക്കൊണ്ട് പോകാം. ഒരുപാട് നരയുള്ളവർക്കൊന്നും ഇത് ആപ്ലിക്കബിൾ ആവില്ല കേട്ടോ. 1-2 മുടിയൊക്കെ നമ്മുടെ നെറ്റിയുടെ സൈഡിലൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഷാമ്പു വാഷ് ചെയ്താൽ മതി. ഒലിച്ചിറങ്ങിയോ കയ്യിലൊന്നും പറ്റിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. നരച്ച മുടിയിൽ മാത്രം ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങും പറ്റിപ്പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഇതൊരു 1 ടൈം യൂസാണ്. ഒരു പ്രാവശ്യം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഷാമ്പു വാഷ് ചെയ്യുന്നത് വരെ മാത്രമേ ഈ ഒരു ഡൈ ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയുന്നത് പോലെ ഡൈയൊക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം സെറ്റാക്കി എടുക്കാനായിട്ട്. ഇപ്പം എന്താ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഡൈ സെറ്റ് ചെയ്യുന്ന എൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. ഹെന്ന പൗഡറൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല ബ്രാൻഡിൻ്റെതും അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ലാത്തതൊക്കെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ ഒരു പ്രാവശ്യം പാക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എയർ കയറാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്ത് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുകയില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന മുരിങ്ങയിലയുടെ പൊടി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇൻഡിഗോ പൗഡറിന് പകരമാണ് കേട്ടോ നമ്മൾ മുരിങ്ങയിലയുടെ പൊടി ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പലർക്കും ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുമ്പം അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡൈ ആണിത്. ഇത് 2 പൗഡറും നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത്, നെല്ലിക്കയുടെ ജ്യൂസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് 1-2 നെല്ലിക്ക ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇത് നരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ അരച്ച് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡൈ സെറ്റാക്കി എടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. നെല്ലിക്കയുടെ ജ്യൂസിൽ തന്നെ വേണം ഈ ഒരു ഡൈ സെറ്റാക്കി എടുക്കാനായിട്ട്. ഇതേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ ജ്യൂസ് കുറേശ്ശെയായിട്ട് ആ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാലോ. മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങരുത്. ആ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ സെറ്റാക്കിയിട്ട് ഒരു രാത്രി നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് നല്ലൊരു പെർഫെക്റ്റ് ഹെയർ ഡൈ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം ഒരു രാത്രി കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ഡൈ തുറന്ന് നോക്കിയാണ്. നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരുന്നു. ഇപ്പം കണ്ടില്ലേ, നല്ല കറുത്ത് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിൽ അപ്ലൈ ചെയ്ത സമയത്ത് എണ്ണമെഴുക്ക് ഉണ്ടാകാൻ പാടില്ല മുടിയിൽ. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം വാഷ് ചെയ്യാനായിട്ട്. അതും ഷാമ്പൂ ഒന്നും ഉപയോഗിച്ച് വാഷ് ചെയ്യരുത്. ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള താളി ഉപയോഗിച്ചിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. കെമിക്കൽ ചേർത്തിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ ഉപയോഗിച്ച് ശീലമുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം ഒറ്റ യൂസിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള റിസൾട്ടൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല. ഒരു 4-5 പ്രാവശ്യം ഉപയോഗിച്ചാൽ മാത്രമേ നല്ല പോലെ നിങ്ങളുടെ മുടി കറുത്ത് കിട്ടുകയുള്ളൂ. അതല്ല ആദ്യമായിട്ടാണ് ഹെയർ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ ബൈ.